ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദീസ് ആർ മൈ ബാക്ക് ബോൺസ്. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. പലരും ചോദിക്കാറുണ്ട്, കുടുംബവിളക്കിലെ അമ്മയോട് സ്നേഹമില്ലാത്ത ഡോക്ടർ അനിരുദ്ധിനെ പോലെയുള്ള ക്യാരക്ടർ തന്നെയാണോ വീട്ടിൽ? ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെയല്ല. അമ്മയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞാൻ. അമ്മയെ പലപ്പോഴും പറയാറുണ്ട്, അമ്മയ്ക്ക് 3 ആൺമക്കൾ, അതാണ് അമ്മയുടെ എൻ്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയാറുണ്ട്. അതിൽ 3 പേരിൽ ഞാനാണ് അമ്മയുടെ മനസ്സ് പോലും അങ്ങനെ അധികം വിഷമിപ്പിക്കാതെ സങ്കടപ്പെടുത്താത്ത ഒരു മാനം. ഞാൻ അമ്മയെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. രമ്യക്ക് എന്തെങ്കിലും ഡോക്ടറുണ്ടെങ്കിൽ അമ്മ തന്നെ പറയട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ വലിയ പ്രത്യേകത, ഇന്ന് നവംബർ 17 ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 44ാമത് വെഡിങ് ആനിവേഴ്സറി ആണ്. ഈ ദിവസം തന്നെ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഷൂട്ട് വരാനും എനിക്ക് അവരെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനുള്ള നന്ദി ഞാൻ റെയിൻബോ മീഡിയയോട് പറയുന്നു. സ്പെഷ്യലി താങ്ക്ഫുൾ ടു റെയിൻബോ മീഡിയ. അപ്പോൾ റെയിൻബോ മീഡിയയുടെ പ്രേക്ഷകർക്ക് ഇതൊരു വലിയ സർപ്രൈസ് തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി നമ്മളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ. അതും 44ാമത് ഇയേഴ്സ്. അപ്പം ആനന്ദേട്ടൻ്റെ സീരിയലൊക്കെ ഫാമിലി ആയിട്ടിരുന്ന് എല്ലാവരും കാണാറുണ്ടല്ലോ അല്ലേ? അപ്പം ഈ കുടുംബവിളക്കിലെ ക്യാരക്ടർ അറിയാലോ, അമ്മയോട് ഇച്ചിരി വിരോധിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനെയാണ് അമ്മോട് ശരിക്കും ഈ പറഞ്ഞ പോലെയൊക്കെ ഭയങ്കര സ്നേഹനിധിയായ മകനാണോ? ആ ഒരു ക്യാരക്ടർ ഞാൻ വിചാരിക്കും, ഈ ഒരു ക്യാരക്ടർ ആനന്ദിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അവൻ ആ ഡയലോഗ് എങ്ങനെ പറയും, അവൻ്റെ മനസ്സപ്പോൾ അവൻ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഇതോടായിരിക്കില്ല ആ ഡയലോഗുകൾ പറയണത്. ഞാൻ എപ്പോഴും പറയും. അപ്പോൾ എൻ്റെ ചേട്ടത്തെയും ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളും ചോദിക്കും, ആനന്ദിന് ഈ ക്യാരക്ടർ എങ്ങനെ കിട്ടി, ആനന്ദിന് ഈ ക്യാരക്ടർ കിട്ടി, അവൻ അങ്ങനത്തെ ക്യാരക്ടർ വേണ്ട, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്യാരക്ടർ മതി. അപ്പോൾ ആനന്ദ് ഇങ്ങനെ ചെയ്യണം, എങ്ങനെ ഞാൻ പലപ്പോഴും വിചാരിക്കും, എൻ്റെ പിള്ളേക്ക് അവനത് പറ്റണോ എന്തോ, അവനത് സംസാരിക്കാൻ പറ്റണോ എന്തോ. ഞങ്ങൾക്ക് 3 ആൺമക്കളാണെങ്കിലും 3 പെൺമക്കളാണ് ഞങ്ങൾക്കുള്ളത്. മക്കളെക്കാൾ സൗഭാഗ്യം ചെയ്ത മരുമക്കളാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഏറ്റവും വലിയ ഭാഗ്യം ചെറുമക്കൾ എല്ലാവരും, മരുമക്കളുടെ ഒക്കെ ഫാമിലിയും എല്ലാവരും നമ്മളോട് സഹകരിച്ചു പോകുന്നതുകൊണ്ടില്ലാണ്. അങ്ങനെ യാതൊരു മാനസിക വിഷമവും നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ ഒരു ദിവസത്തെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും ഏട്ടൻ്റെയും ഒരേ ദിവസം തന്നെയാണ് കല്യാണം. കുറച്ച് സമയങ്ങളിൽ മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ വല്യച്ഛനും വല്യമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ വക. കാരണം അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അച്ഛൻ്റെ ഏട്ടനല്ലേ, ഒരേ ദിവസം തന്നെയാണ് അവർ രണ്ടുപേരും വിവാഹം ആയിരുന്നത്. അവർ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് 2 ആൺമക്കളാണ്. അപ്പം റെയിൻബോ മീഡിയയുടെ വക അച്ഛനും അമ്മയ്ക്കും വല്യച്ഛനും വല്യമ്മയ്ക്കും ഒക്കെ ഞങ്ങൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നേരുന്നു. ഇനിയും ഒത്തിരി കാലം മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയട്ടെ, സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി കുടുംബവിളക്കിൻ്റെ വിശേഷങ്ങൾ വിട്ട് എന്താ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കുടുംബ പാരമ്പര്യം. കുടുംബവിളക്കിന്റെ വിശേഷം ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവണമെങ്കിൽ ഇവർ ജീവിച്ചിരിക്കുമ്പം അവരെ ഉൾപ്പെടുത്താൻ, നേരത്തെ പറഞ്ഞ അവരാണ് നമുക്ക് ഒരു ജന്മം തന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ. നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയത് സീരിയൽ നടനൊക്കെ ആയത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ ഏട്ടൻ പുറത്താണ്, സൗദിയിലാണ്, അനിയൻ ദുബായിൽ സെറ്റിലാണ്. അപ്പോൾ പിന്നെ എൻ്റെ കുടുംബം പൂർണ്ണമാണെങ്കിൽ വൈഫ്, കുഞ്ഞുങ്ങളല്ലാതെ അച്ഛനും അമ്മയും അവരെ ഉൾപ്പെടുത്തിയാലേ എൻ്റെ കുടുംബം പൂർണ്ണമാവും. അതാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം, കുടുംബ വീട്ടിലേക്ക് പോയി അമ്മയും അച്ഛനെയും കാണാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അടുത്ത ചോദ്യം അമ്മയോടാണ്. അമ്മ ഈ ആനന്ദേട്ട സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിരുന്നില്ല, ക്രിക്കറ്റൊക്കെ കളിച്ച് കിടക്കായിരുന്നു എന്നാണ് ആനന്ദേട്ടൻ പറഞ്ഞത്. എന്നാലും ചോദിക്കുകയാണ്, അമ്മയാകുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുമല്ലോ. ആക്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യമേ അധികം നടി വാങ്ങിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ. കാരണം പരീക്ഷയുടെ തലേ ദിവസവും അവന് ഒരു 7-8 മണി വരെ അവൻ ക്രിക്കറ്റ് കളിച്ച് കിടക്കും. ക്രിക്കറ്റ് കളി തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഇത്. അപ്പോൾ ഒരു ദിവസം ഭയങ്കര ദേഷ്യത്തിൽ വിഷമത്തിൽ ഞാൻ പറയുകയും ചെയ്തു, ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചാൽ എന്തോ എനിക്ക് തോറ്റ് തൊപ്പിയിടുകയേ ഉള്ളൂ. പക്ഷേ ഭാഗ്യം ഇതുവരെ ഒരു ക്ലാസ്സിനും തോറ്റിട്ടില്ല. എല്ലാ ക്ലാസ്സിനും മിടുക്കനായ കുട്ടിയെന്ന് പറയുന്നില്ല, ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെ, വേറെ ഒന്നുമില്ല. ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ് വാരി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ +1 അഡ്മിഷന് പോയപ്പം ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം കൂടെ കൊണ്ടുപോയപ്പോൾ അത് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് എനിക്ക്. എല്ലാം കൂടെ കൊണ്ടുപോയി അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റർ മുമ്പ് വെച്ചപ്പം സാർ ഇതിനെല്ലാം കൂടെ നോക്കിയിട്ട് ദൂരെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, കണ്ടാ മോനെ ക്രിക്കറ്റ് കളിച്ച് ഇത്രയും വാരി കൂട്ടിയിട്ട് ഒരു ഫലവും ഇല്ലല്ലോ. അപ്പം പറഞ്ഞില്ല, അതൊക്കെ വലിയ ക്ലാസ്സിലാവുമ്പോൾ അതിനൊക്കെ മാർക്ക് കിട്ടും. പിന്നെ അഭിനയം ഏത് വഴി വന്നെന്നോ അഭിനയിക്കാനുള്ളൊരു എങ്ങനെ കിട്ടിയെന്നോ എല്ലാം
അമ്മ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും, ഞാന് പുന്നമൂട് ഗവൺമെന്റ് സ്കൂളിലാണ്, ഇവനും എന്റെ മക്കളെല്ലാരും പുന്നമൂട് ഗവൺമെന്റ് സ്കൂളിൽ. ഞാൻ ഗവൺമെന്റ് എല്ലാരും എന്റെ അമ്മ ആ സ്കൂളിലാണ്. എന്റെ മാമന്മാര് അടുത്ത്, ഞങ്ങള് എന്റെ മാമന്റെ മക്കള് അടുത്ത്, എന്റെ മക്കള് എല്ലാരും ആ ഗവൺമെന്റ് പുന്നമൂട് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ സ്കൂളില് 4ാം ക്ലാസ്സില് 7ാം ക്ലാസ്സില് 4 തൊട്ട് അങ്ങോട്ട് 7 വരെ പുന്നമൂട് സ്കൂളിൽ ഞാനായിരുന്നു ആ എല്ലാ വർഷത്തെയും ബെസ്റ്റ് ആക്ടർ. അപ്പൊ ആ ഒരു പാരമ്പര്യം കിടപ്പുണ്ട് കേട്ടോ. കരമന സ്കൂളില് ആ 3 വർഷം അവിടെയും ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. അടുത്ത ശങ്കേഴ്സ് കോളേജില് അവിടെയും ഞാൻ തന്നെയായിരുന്നു ബെസ്റ്റ് ആക്ടർ. അപ്പോൾ പിള്ളേർ പറയും ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരെയും കൂടെ പ്രേമ കടത്തി വെട്ടിയിരിക്കുന്നു. പക്ഷെ പിന്നെ ആ ഒരു ഇതില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഭയങ്കര അഭിനയത്തിന്റെ അച്ഛനും നാടകം എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ബ്ലഡിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം ബ്ലഡിൽ കിടക്കണയാണ്. അമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നോ ആനന്ദേട്ടൻ ആങ്കറിങ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് എന്താവും? ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജയിൻ ചാനലിലാണ് ആദ്യം ആങ്കറിങ് പോയി 1-2 പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ആദ്യം ചാനലിൽ ഇന്ന ദിവസം സംപ്രേഷണം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ എന്തോന്ന് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ആ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് പിന്നെ സീരിയലിലോട്ടൊക്കെ ഏതെങ്കിലും ഒരു സീരിയലിൽ എന്തെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ, നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആനന്ദ് സീരിയലിൽ വരണം, സിനിമയിൽ അഭിനയിക്കണം, സീരിയൽ കാണണം, അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അമ്മയ്ക്ക് ഇപ്പോഴും അമ്മ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു ഓർമ്മ നശിക്കണവരെ അമ്മ ചോദിക്കും ആനന്ദിന് പുതിയ സീരിയലായോ, ആനന്ദിന് പുതിയ സീരിയലായോ. അപ്പം ഞാൻ പറയാം അമ്മ സീരിയൽ ആയില്ല, ആവും അമ്മ, ഇപ്പം കൊറോണ അല്ലേ. ഈ കുടുംബവിളക്കിൽ ജോയിൻ ചെയ്തപ്പോഴും അമ്മ കുടുംബവിളക്ക് സീരിയൽ ആനന്ദമുണ്ട്, അമ്മയ്ക്ക് കാണണം. പക്ഷെ അമ്മയ്ക്ക് വന്നിരുന്ന് കാണാനുള്ള ഒരു ആരോഗ്യനില അന്നത്തെ അത്ര നല്ലതല്ലായിരുന്നു. അപ്പൊ വരൂല അമ്മ കാണാൻ. അപ്പൊ ഇന്ന് ആനന്ദ് ഇന്നത്തെ ഇതിലുണ്ടായിരുന്ന ഒരു ബോധമുള്ള ആ ഒരു സമയം വരെ അമ്മ ചോദിക്കുമായിരുന്നു. അപ്പൊ അമ്മൂമ്മയുടെ ആ ഒരു നല്ല ബ്ലെസ്സിങ്ങും കൂടി കിടപ്പുണ്ട് ആനന്ദേട്ടന്. ഞാനൊക്കെ ഇവിടെ വരുമ്പോ അമ്മമ്മ ആ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ചോദിക്കും, മക്കളെ നീ വരുമ്പോൾ ഇനി എന്നാണ് നീ അഭിനയിച്ചത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അമ്മ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മള് അന്ന് അഭിനയിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, ഈ അഭിനയബോധം മാത്രമേ ഉള്ളിലുള്ളൂ. ഞാൻ തമാശക്കെങ്കിലും പറയാറുണ്ട് അമ്മയോട്, അതൊക്കെ നടക്കുമെന്ന് അറിയില്ല അമ്മ ഇനി അങ്ങനെ. അപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്തുണ്ടെങ്കിലും അമ്മമ്മ ഇങ്ങനെ പഴയ ആൾക്കാരല്ലേ, സൂര്യഭഗവാൻ, അവർക്ക് സൂര്യഭഗവാൻ ഒരു വല്ലാത്തൊരു ഇതാണ്, ദൈവ തുല്യമായിട്ടാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഹാളിൽ നിന്നുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ സൂര്യഭഗവാനെ കിഴക്ക് നോക്കി ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവനൊരു നല്ല ഇത് കൊടുക്കണം, അവൻ അങ്ങനെ ഒരു രീതിയിലേക്ക് വരണം എന്നൊക്കെ. പക്ഷെ അതൊക്കെ പറഞ്ഞ അമ്മ ദൈവമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ടായിരിക്കും ആ വിളി ദൈവം കേട്ടതും. അമ്മ ഓർമ്മയുള്ള സമയത്ത് തന്നെ എനിക്ക് 1-2 സീരിയലുകൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ലഭിച്ചു. സാധാരണയുണ്ടല്ലോ ഇപ്പം ഏതൊരു ആക്ടറിന്റെ കാര്യം എടുത്താലും അവർക്ക് പറയാനുള്ള വീട്ടിൽ നിന്ന് അവർ സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്ന എത്തുന്നവർ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഓക്കെ എന്നാണ് പറയാറ്. പക്ഷെ ഇത് ചേട്ടൻ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നെന്ന് ചുരുക്കം അല്ലേ? തുടക്കം ഇപ്പോഴും എല്ലാ സീൻസും അല്ലെങ്കിൽ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണും. ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, വൈഫ്. കാരണം നമ്മളെ ഏറ്റവും അടുത്തറിയാവുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഓരോ മാനറിസംസ് പോലും അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് മോശമായെങ്കിൽ അത് അങ്ങനെ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ ഓവർ ആക്ടിങ് ആയിപ്പോയി, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് അച്ഛൻ ഇപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഓർക്കുന്നു എന്നെ വിളിച്ച് പറഞ്ഞത് ഒരു കാര്യം. അപ്പോൾ അതുപോലെ നമുക്ക് അന്നും ഇന്നും ആദ്യത്തെ സീരിയൽ അഭിനയിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും തന്നെയാണ്. നമ്മൾ ഇത്രയധികം സീരിയലുകൾ ചെയ്തു എന്നുള്ള ഒരു വ്യത്യാസവും ഞാൻ ഇപ്പോഴും കൊടുക്കാറില്ല. ഓരോ പുതിയ സീരിയൽ കിട്ടുമ്പോഴും ഓരോ പുതിയ കഥാപാത്രം കിട്ടുമ്പോഴും നമ്മൾ ഒരു തുടക്കക്കാരൻ LKG പോകുന്നത് കണക്ക് തന്നെയാണ് ഞാൻ ആ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ സീരിയലിനെ നോക്കി കാണാറ്. അഭിനയത്തിൽ എന്തെങ്കിലും നമ്മുടെ ഒരു കരിയർ ഗ്രാഫ് ഉയർന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും അല്ലെങ്കിൽ എൻ്റെ മോൻ അവൻ സീരിയലുകൾ അവന് കിട്ടുന്നുണ്ട്, അവൻ തിരക്കായി നിൽക്കുന്നു എന്നൊരു ഇത് എൻ്റെ അച്ഛനും തോന്നിയിട്ടില്ല, അമ്മയ്ക്കും തോന്നിയിട്ടില്ല. ഇപ്പോഴും ഒരു സീരിയൽ കിട്ടിയാൽ ഒരു സീരിയൽ തീർന്നു പോയാൽ തീരാറായാൽ അടുത്തിന് വേറെ വർക്ക് ഉണ്ടാവും, വർക്ക് കിട്ടുമോ എന്നൊരു ആകാംക്ഷയും ടെൻഷൻ തന്നെയാണ് ഇപ്പോഴും അച്ഛനും അമ്മയ്ക്ക്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ വന്ന് ലോകം മൊത്തം ഈ പ്രോബ്ലം വന്നപ്പോൾ നമുക്ക് വർക്കില്ലാതിരുന്നു എന്നല്ലാതെ അത് കഴിഞ്ഞപ്പോൾ തന്നെ മാറി നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു ആർട്ടിസ്റ്റ് ചേഞ്ച് പോലും സംഭവിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അത് ദൈവാനുഗ്രഹം തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ഇപ്പോഴും ഞാൻ വീണ്ടും എടുത്തു പറയണം, എൻ്റെ ഒരു പിൻബലം എന്ന് പറയണ 3 മക്കൾ മാത്രമല്ല, അവർ വന്ന 3 പെൺമക്കൾ. അവരെ 3 പേരെ എൻ്റെ ഞാൻ പ്രസവിച്ച ഒരു മക്കളെ കണക്ക് എനിക്ക് തോന്നുന്നു
എനിക്ക് എൻ്റെ 3 മക്കളെക്കാളും എനിക്ക് അവരോടാണ് ഒരു കൂടുതൽ അടുപ്പം എന്ന് തോന്നുന്നത്. അതെന്താണ് എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എനിക്ക് പിടികിട്ടണില്ല. എന്താണ് അതിൻ്റെ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പ്രേക്ഷകർ ഇത് കേൾക്കുന്നുണ്ടല്ലോ, കുടുംബ വിളക്കിലെ പോലെ ഒന്നും അല്ലാട്ടോ ഇവിടെ കാര്യങ്ങൾ. ഇത് ഒരു വലിയ കൂട്ടുകുടുംബമാണ്. എന്നാലും മരുമക്കളെ കുറിച്ച് പറയുന്ന കേട്ടോ എത്ര സ്നേഹത്തോടെയാണ്. ഈ വീട്ടിനകത്ത് 12 പേര് ഒരുമിച്ചായിരുന്നു. മൂത്ത 3 പേരും അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും എല്ലാവരും ഒരുമിച്ച് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ടീച്ചറെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ കാര്യത്തിലും. നമ്മളെ മൊബൈലിൽ നിന്നുപോയാലും പലരും ഞങ്ങളുടെ ടിക്ടോക്ക് വീഡിയോസില് പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമാണ്, എനിക്ക് 3 മക്കളാണോ എന്ന് ചോദിച്ചത്. മൂത്ത ആള് ടിക്ടോക്കിലൊക്കെ കാണുന്ന മൂത്ത ആള് മകള് ദേവനേക്കാൾ മൂത്തതായിട്ട് ഒരാളുണ്ട് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അറിയാവുന്നവർക്ക് അറിയാം. അപ്പൊ എന്തായാലും കുറച്ചുപേരോട് ഞാൻ പറയായിരുന്നു എന്റെ ഏട്ടന്റെ മോളാണ്, പിന്നെ ഞാൻ തന്നെ പറയും അതിന്റെ മോളാണ്. കുടുംബ വിളക്കിൽ ആനന്ദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ഒരു സ്വഭാവമേ അല്ല. എൻ്റെ മറ്റേ 2 മക്കളുമാണെങ്കിൽ അമ്മ അത് ചെയ്തത് ശരിയായില്ല കേട്ടോ, അമ്മ അത് തെറ്റാണ്, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറയണ്ടായിരുന്നു, അത് അവർക്ക് വിഷമം കാണില്ല, അമ്മ അല്ലെങ്കിൽ വന്ന് കയറിയ ഉടനെ ഇങ്ങനെ പറയണ്ടായിരുന്നു, അമ്മ അത് കൊടുത്തത് ശരിയായില്ല എന്ന് എൻ്റെ മുഖത്തോട്ട് പറയും. പക്ഷേ ഇന്ന് വരെ അമ്മ ചിലപ്പോൾ അവ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് അമ്മ അന്ന് അമ്മ അത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയണല്ലാതെ അവ എന്നെ വാക്കുകൊണ്ടോ ഒരു നോട്ടത്തിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ അവ എന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ ഡയലോഗ് എങ്ങനെ പറയണം, അവന്റെ ഉള്ളിൽ തട്ടി തന്നെയാണോ ഇത് പറയണത് ഞാൻ പലപ്പോഴും വിചാരിക്കും. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ എന്തായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താണ് അമ്മയ്ക്ക് തോന്നിയിട്ടുള്ളത്? അല്ല, ജാനിയില് ആ ഒരു അരുന്ധതിയില് എന്നാലും ഇത്രത്തോളം ഒരാളിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗുകൾ അതിലങ്ങനെ ഇല്ല. ക്യാരക്ടേഴ്സ് നല്ലതാണ്, നല്ല ഇതായിരുന്നു. ഇങ്ങനെ സംഭവിക്കാൻ കാരണം കുടുംബവിളക്കിന്റെ നായകൻ അല്ലെങ്കിൽ നായിക എന്ന് പറയുന്നത് ചേച്ചിയാണ്. ഈ സുമിത്ര എന്നുള്ള കഥാപാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ. കുടുംബവിളക്ക് എന്ന് പറയുമ്പോൾ അപ്പൊ ഈ സുമിത്രയെ ഹേർട്ട് ചെയ്യുന്ന, സുമിത്രയെ വിഷമിപ്പിക്കുന്ന എല്ലാരും അവരോട് എല്ലാവർക്കും വിഷമവും ദേഷ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അനിരുദ്ധിനോട് ഇത്രയും ഒരു എൻ്റെ അച്ഛമ്മയെ എത്രയും വെറുക്കാൻ കാരണം ഇത് തന്നെയാണ്. അച്ഛമ്മയും എന്റെയും ക്യാരക്ടേഴ്സാണ് നേരെ സുമിത്രയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ആനന്ദേട്ടൻ്റെ ഈ സീരിയലൊക്കെ കണ്ടിട്ട് നെയ്ബേഴ്സോ റിലേറ്റീവ്സ് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ഭയങ്കര റൂഡായിട്ട് എന്തെങ്കിലും പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞു ഈ റോൾ ആനന്ദ് എടുക്കണ്ടായിരുന്നു, ചേട്ടാ അല്ലെങ്കിൽ മാമ അത് റോൾ വേണ്ടായിരുന്നു കേട്ടാ എന്ന് ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ ചേട്ടത്തിയിൽ ഒരു കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞു ഇവൻ പ്രേമകരെടുത്ത് ഇങ്ങനെയാണെന്നും അല്ലല്ലോ പെരുമാറുന്നത്, ആനന്ദ് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, അവൻ ആ ക്യാരക്ടർ ഡയലോഗുകളൊക്കെ മാറ്റി എഴുതിപ്പിച്ചെങ്കിൽ കൊള്ളായിരുന്നു, അമ്മയെടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ചേട്ടത്തി പറഞ്ഞ അയ്യോ കുഞ്ഞമ്മ അത് സീരിയലല്ലേ, സീരിയലിൽ അവൻ അഭിനയിക്കുന്നത്, എന്നാലും നമുക്ക് ആനന്ദിന് അങ്ങനെ പറ്റണില്ല കാണാൻ. ഒരുപാട് പേര് കണ്ടവർ പറഞ്ഞു ആനന്ദേട്ടൻ ഈ ക്യാരക്ടർ അത്രയധികം ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് അതെല്ലാം. സീരിയൽ വിശേഷങ്ങളും കുടുംബ വിശേഷങ്ങളുമായി ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് ആനന്ദേട്ടൻ നമ്മളോട് പങ്കുവച്ചു. അപ്പോൾ ആനന്ദേട്ടന്റെ കരിയറിൽ ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ആനന്ദേട്ടാ. താങ്ക് യു സോ മച്ച്.